ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരാൾ 11 പേന 10 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 11 രൂപ കിട്ടുന്ന വിധം എല്ലാ പേനയും വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ലാഭശതമാനമാണ്. അപ്പം ലാഭശതമാനം കാണണമെങ്കിൽ ആദ്യം ലാഭം എത്രയാണെന്ന് അറിയണം. പക്ഷേ ഇവിടെ എണ്ണം സെയിം അല്ല അല്ലേ? നോക്കിയേ, ഇവിടെ 11 പേന 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണമെങ്കിൽ എത്ര പേനയാണോ നമ്മൾ വാങ്ങിയ അത്രയും പേന തന്നെ എന്ത് ചെയ്യണം, വിൽക്കണം. എങ്കിലേ അവിടെ ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ കേസിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. ഇവിടെ എണ്ണവും വിലയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ആദ്യം എണ്ണം കൊടുക്കുക, അതിന് നേരെ വില കൊടുക്കുക. ഇവിടെ ആദ്യത്തെ കേസിൽ 11 പേന എന്ന് പറയുമ്പോൾ 11 എണ്ണം അല്ലേ? 11 എണ്ണം എത്ര രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്? 10 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വിലയാണ് ഈ 10 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ നേരെ ഞാൻ വാങ്ങിയ വില എന്ന് കൊടുക്കുവാണേ. അപ്പോൾ 11 എണ്ണം 10 രൂപയ്ക്ക് വാങ്ങി. ഇനി അടുത്ത കേസ് എന്താണെന്ന് നോക്കിക്കേ, 10 എണ്ണം. അപ്പൊ അടുത്ത കേസിൽ 10 എണ്ണത്തിന്റെ അവിടെ 10 എഴുതി. 10 എണ്ണം എത്ര രൂപ കിട്ടുന്ന വിധം വിറ്റു? 11 രൂപ കിട്ടുന്ന വിധം വിറ്റു. അപ്പൊ 10 എണ്ണം എത്ര രൂപയ്ക്ക് വിറ്റു? 11 രൂപയ്ക്ക് വിറ്റു. അപ്പൊ വിറ്റ വിലയല്ലേ 11? അപ്പൊ വിറ്റ വില. ഇനി നോക്കിക്കേ, ഇനി ചെയ്യണത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോക്കിക്കേ, 11 × 11 അതായിരിക്കും നമുക്ക് കിട്ടുന്ന വിറ്റ വില എന്ന് പറയുന്നത്. 11 × 11 നിങ്ങൾക്കറിയാം 121. അപ്പൊ വിറ്റ വില, ഒരു സാധനം വിറ്റ വില 121 കിട്ടി. ഇനി അടുത്ത നോക്കിയേ, 10 × 10 എവിടെ കൊണ്ട് എഴുതണം? വാങ്ങിയ വിലയിൽ എഴുതണം. 10 × 10 എത്രയാണ്? 100 രൂപ. അപ്പൊ നോക്കിക്കേ, വാങ്ങിയ വില 100ഉം വിറ്റ വില 121. അപ്പൊ ഏതൊരു സാധനം ഇവിടെ പേന വാങ്ങിയ വില എത്രയാണ്? 100 രൂപയ്ക്ക് വാങ്ങുന്നു, എന്നിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 121 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ലാഭമല്ലേ? ഇവിടെ വാങ്ങിയ വില ഇവിടെ കുറവാണ് അല്ലെ? അപ്പൊ ലാഭമാണ്. അപ്പൊ ലാഭം എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതി. 121 100 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എത്ര രൂപ എന്ന് കിട്ടും? 21 രൂപയാണ് ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ലാഭശതമാനമാണ്. അപ്പൊ ലാഭശതമാനം കാണാനുള്ള ഫോർമുല എന്താണ്? ലാഭശതമാനം ഈക്വൽ ടു എന്തായിരുന്നു? ലാഭം എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില. ഇനി അത് ശതമാനത്തിലല്ലേ കാണേണ്ടത്? അതുകൊണ്ട് ×100. ഓക്കെ അല്ലേ? ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 21 ഇനി വാങ്ങിയ വില എന്ന് പറയുന്നത് 100 അല്ലേ? 100 രൂപയ്ക്കാണ് പേനകൾ വാങ്ങിയത്. അപ്പോൾ ×100. അപ്പൊ എത്ര നോക്കി? 100 നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര? 21%. ശതമാനം എന്താണ്? ലാഭമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.